എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ 51 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യത്തേത് നമ്മുടെ പെൻഷൻ ഈ ജൂൺ മാസമാണോ 3000 രൂപയായിട്ട് ഉയർത്തുക എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. പെൻഷൻ വർധനവുമായി ബന്ധപ്പെടുത്തി സർക്കാരിന്റെ പക്കലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മാസം ജൂൺ 19 വരുന്ന ബഡ്ജറ്റിലാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ സംസ്ഥാന മന്ത്രിസഭയുടെ എല്ലാ അംഗങ്ങളും ഒരുമിച്ചെടുക്കുന്ന പ്രധാന തീരുമാനങ്ങൾ, അതോടൊപ്പം തന്നെ ധനകാര്യ വകുപ്പിന്റെ കൂടി സാമ്പത്തിക സ്ഥിതി, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പരിഗണിച്ചായിരിക്കും ഈ പെൻഷൻ തുക എന്നു മുതൽ നടപ്പിലാക്കണമെന്ന് ജൂൺ മാസം 19 പ്രഖ്യാപിക്കുന്നത്. ഒരുപക്ഷെ മുൻ സർക്കാർ കൊണ്ടുവന്നതുപോലെ തന്നെ തവണകളായിട്ട് ഉയർത്തുന്ന ഒരു സംവിധാനമാകാം. ഇനി അതല്ല എങ്കിൽ നിലവിൽ അടിസ്ഥാന പെൻഷൻ 3000 എന്ന രീതിയിലായിരിക്കും ലഭിക്കുന്നത്. എന്നാൽ നമുക്ക് മുൻപിൽ ലഭിച്ച പ്രകടന പത്രികയിലെ അറിയിപ്പുകളിൽ ഒന്ന് ഭിന്നശേഷി പെൻഷനൊക്കെ ലഭിക്കുന്നവർക്ക് സാധാരണഗതിയിൽ ലഭിക്കുന്ന പെൻഷനേക്കാൾ 25% അധികം തുക നൽകും എന്നതിനെ കുറിച്ചുള്ള ഉറപ്പുകൾ കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തെ ഭിന്നശേഷി നേരിടുന്ന വ്യക്തികൾക്ക് അവർക്ക് ലഭിക്കുന്ന പെൻഷൻ തുക കൂടുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് സർക്കാരിന്റെ ആലോചനയിലുണ്ട്. 19 തീയതി മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് ലഭിക്കുകയുള്ളൂ. ഇനി അത് മാത്രമല്ല, ഈ പെൻഷൻ പദ്ധതിയിൽ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ പ്രത്യേകിച്ച് വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ കർഷക തൊഴിലാളി പെൻഷൻ ഉണ്ട്, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ വാങ്ങുന്ന പെൻഷൻ, അങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മൾ ബയോമെട്രിക് മസ്റ്ററിംഗ് അതുപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ ചെയ്തവർക്കാണ് ഇപ്പോൾ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. എന്നാൽ ഇതുകൂടാതെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് വേണ്ടി 2.5 ലക്ഷത്തോളം ഗുണഭോക്താക്കളോട് നിർദ്ദേശിച്ചിരുന്നു. അത് മുൻ സർക്കാരിന്റെ സമയത്ത്, അതായത് 2025 ഡിസംബറിലാണ് ആ അറിയിപ്പ് വന്നിരുന്നത്. സംസ്ഥാനത്ത് 50 ലക്ഷത്തിന് മുകളിൽ ഗുണഭോക്താക്കളിൽ 2.5 ലക്ഷം പേര് വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ പോലും കൊടുക്കാത്തവരാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറിയിപ്പ് വന്നത്. ഈ ജൂൺ മാസം 30 തീയതിയോടുകൂടി ഇതിനുള്ള സമയപരിധി അവസാനിക്കുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തവർക്ക് ആ പെൻഷൻ ഇല്ലാതാവുകയും ചെയ്യുന്നതാണ്. 48 ലക്ഷത്തിലേക്ക് പെൻഷൻ ഗുണഭോക്താക്കൾ ചുരുങ്ങുന്നതാണ്. അർഹതപ്പെട്ട ആളുകൾ ഒരുപക്ഷെ ഈ അറിയിപ്പ് അറിഞ്ഞിട്ടില്ല എങ്കിൽ അവരിലേക്ക് കൂടെ എത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ പൊതുവായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാവരും കൊടുക്കുവാനുള്ള നിർദ്ദേശം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ 2.5 ലക്ഷത്തോളം ഗുണഭോക്താക്കളെയൊക്കെയാണ് ഇത് ബാധിക്കുന്നതെന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഈ വർഷത്തെ മസ്റ്ററിങ്ങിനെ പറ്റിയും ചിലർ ചോദിക്കുന്നുണ്ട്. അത്തരം സംവിധാനങ്ങൾ ഒന്നും തന്നെ ആയിട്ടില്ല. നമുക്കിനിയും ആനുകൂല്യം മുടങ്ങാതെ ലഭിച്ചു കൊള്ളുന്നതാണ്. ഇനി ഈ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള തുടർന്നുള്ള ഓരോ അറിയിപ്പുകളും കൃത്യമായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.